മേസൺറി റീറ്റെയിനിങ് വാളിൻ്റെ തിയറി പോർഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്തതായിട്ട് അതിൻ്റെ പ്രഷർ അനാലിസിസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണുള്ളത്. അപ്പോൾ അത് നമുക്ക് ഓരോന്നോരോന്നേരം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ മേസൺറി റീറ്റെയിനിങ് വാൾ 6 meter high with a vertical back retains soil with a horizontal surface. The soil weighs 12 kN per meter cube with an angle of internal friction of 30 degree. First question: calculate active pressure on wall per meter length. Second question: if subsequently water table rises up to the top of the retaining wall, calculate the active pressure on wall per meter length. Take density of saturated soil as 18 kN per meter cube. ഇവിടെ രണ്ട് പാർട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ആദ്യം ആക്റ്റീവ് എർത്ത് പ്രഷർ കണ്ടുപിടിക്കാനും രണ്ടാമത് വാട്ടർ ടേബിൾ റിട്ടേണിംഗ് വാളിൻ്റെ ടോപ്പ് വരെ റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കേസിലുള്ള ആക്റ്റീവ് എർത്ത് പ്രഷർ കണ്ടുപിടിക്കാനും. അപ്പോൾ ഇത് നമ്മൾ തിയറി പോർഷൻ നോക്കിയപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇക്വേഷൻസ് എല്ലാം നമ്മൾ നോക്കിയതാണ്. വളരെ തിയറിയുടെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല ഡിസൈൻ, വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഡിസൈൻ. നമുക്ക് നോക്കാം. ഓക്കെ, റെഫർ ദി ഫിഗർ 3.16a. ഇതാണ് ഫിഗർ. സോ റിട്ടേണിംഗ് വാളിൻ്റെ ഹൈറ്റ് 6 meter, മോയിസ്റ്റ് സോയിലാണ്. നമുക്കറിയാം എപ്പോഴും പ്രഷർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രയാങ്കുലർ ഷേപ്പ്. അപ്പോൾ ട്രയാങ്കുലർ ഷേപ്പിലുള്ളൊരു പ്രഷർ ഡയഗ്രാമാണുള്ളത്. താഴത്തെ പ്രഷർ വാല്യൂ എന്ന് പറയുന്നത് KA × ഗാമ H ആണ്. ദറ്റ് ഈസ് പി വാല്യൂ. സ്മോൾ പി വാല്യൂ ഈസ് KA × ഗാമ × H ആണ്. സോ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം അതായിരിക്കും ടോട്ടൽ പ്രഷർ ആക്ടിങ്. ആ ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് H/3 ഫ്രം ദി ബേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കാം. പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് ദ ബേസ് ദറ്റ് ഈസ് സ്മോൾ p = KA × ഗാമ × H. KA നമുക്കറിയാം റാങ്കിൻസ് ഫോർമുല അനുസരിച്ച് 1 - sin phi / 1 + sin phi ഗാമ × H. ഫൈ വാല്യൂ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ 30 ആണ് തന്നിട്ടുണ്ട്. 1 - sin 30 / 1 + sin 30. ഗാമ ഇസ് ദ ഡെൻസിറ്റി ഓഫ് സോയിൽ. ഡെൻസിറ്റി ഓഫ് മോയിസ്റ്റ് സോയിലാണ് 12 kN per meter cube. എപ്പോഴും kN per meter cube വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. വേറെ ഏതെങ്കിലും യൂണിറ്റ് ആണ് തന്നിരിക്കുന്നെങ്കിൽ നിങ്ങളത് കൺവേർട്ട് ചെയ്യുക. സോ 12 kN per meter cube. ഹൈറ്റ് ഈസ് 6 meters. സോ യു വിൽ ഗെറ്റ് 24 kN per meter square ആസ് സ്മോൾ p വാല്യൂ. ഓക്കെ, സോ ഈ ബോട്ടത്തിലുള്ള സ്മോൾ p വാല്യൂ എന്ന് പറയുന്നതാണ് നമുക്കിപ്പോൾ കിട്ടിയ 24. ഇനി നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഹൈറ്റ് 6 ആണ്, ട്രയാങ്കിളിൻ്റെ ബേസിൽ 24 ആണ്. സോ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വിൽ ബി ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി നമ്മളെപ്പോഴും 1 meter ലെങ്തിന് വേണ്ടിയിട്ടാണ് വോളായാലും റിട്ടേണിംഗ് വോളായാലും എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. സോ ഹിയർ ലാറ്ററൽ ലെങ്ത് എന്ന് പറയുന്നത് 1 meter ആണ്. സോ ഏരിയ ഈസ് ഹാഫ് into 24 × 6 × 1 meter, that is 72 kN. സോ ടോട്ടൽ പ്രഷറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 72 kN ആണ്. സോ ക്യാപിറ്റൽ P വാല്യൂ നമുക്ക് കിട്ടി, 72 ആണെന്ന് കിട്ടി. അത് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിലായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. എപ്പോഴും ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡൽ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ നിന്നും H/3 സോ ദ പ്രഷർ വിൽ ആക്ട് അറ്റ് H/3 ഫ്രം ദി ബേസ്. ടോട്ടൽ ഹൈറ്റ് 6 ആണെന്ന് നമുക്കറിയാം. 6/3 is 2 meter. സോ this pressure value is 72 kN and it is acting at 2 meter from the bottom. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട്, എ പാർട്ട് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാർട്ട് എന്താണ്? ഇഫ് ദി വാട്ടർ ടേബിൾ റൈസസ് അപ് ടു ദി ടോപ്പ് ഓഫ് ദി റിട്ടേണിംഗ് വാൾ, വാട്ട് ഈസ് ദി പ്രഷർ? അപ്പോൾ വാട്ടർ ടേബിൾ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ സോയിൽ സാച്ചുറേറ്റഡ് ആവും. അങ്ങനെ സാച്ചുറേറ്റ് ചെയ്ത് സോയിലിൻ്റെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ബി പാർട്ടിലേക്ക് നമ്മൾ വരികയാണ്. ബി പാർട്ടിൽ റിട്ടേണിംഗ് വാൾ ഉണ്ട്. KA × ഗാമ H എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് സോയിലിൻ്റെ പ്രഷർ ഇൻറ്റൻസിറ്റിയാണ്. ഇനി അത് കൂടാതെ നമ്മുടെ വാട്ടറിൻ്റെ പ്രഷർ ഇൻറ്റൻസിറ്റിയും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഡ്യൂ ടു സാച്ചുറേറ്റഡ് സോയിൽ ആൻഡ് പ്രഷർ ഡ്യൂ ടു വാട്ടർ ആയിരിക്കും. അപ്പം രണ്ട് ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ട്. ഇനി ഒന്നാമത്തേത് പ്രഷർ ഡ്യൂ ടു സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയുന്നത് ബോട്ടത്തിലെ സ്മോൾ p വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? KA × ഗാമ സാച്ചുറേറ്റഡ് × H. ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു P × H. സോ ഇവിടെ എന്ത് വരും? ഹാഫ് ഇൻറ്റു KA × ഗാമ സാച്ചുറേറ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 18 ആണ്. ക്വസ്റ്റ്യനിൽ 18 എന്ന് തന്നിട്ടുണ്ട്. സോ 1 - sin phi / 1 + sin phi × 18
ഇൻറ്റു ഹൈറ്റ് ഓഫ് ദി റിട്ടേണിംഗ് വാൾ. വീണ്ടും ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാനായതുകൊണ്ട് നമ്മൾ വീണ്ടും ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റു 6. ദാറ്റ് ഈസ് ടോട്ടൽ വാല്യൂ ഓഫ് P1 പ്രഷർ ഡ്യൂ ടു സാച്ചുറേറ്റഡ് സോയിൽ നമുക്ക് 108 kN കിട്ടും. ഇനി രണ്ടാമത്തത് പ്രഷർ ഡ്യൂ ടു വാട്ടർ. പ്രഷർ ഡ്യൂ ടു വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും താഴെ ഗാമ ഇൻറ്റു എച്ച് ഉണ്ട്. അതും ഒരു ട്രയാങ്കുലർ ഷേപ്പ് തന്നെയാണ്. ഇവിടെ ശരിക്കും ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും ഒരു ട്രയാങ്കുലർ ഷേപ്പ് തന്നെ ആയിരിക്കും ഗാമ ഇൻറ്റു എച്ചിൻ്റെതും വരുന്നത്. അപ്പം ഹാഫ് ഇൻറ്റു ബേസ് ഗാമ ഇൻറ്റു എച്ച് ആണ് ഇൻറ്റു ഹൈറ്റ്. സോ ഇത് ട്രയാങ്കിളിൻ്റെ ഏരിയ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഗാമ എച്ച് വാല്യൂ ഗാമ ഡബ്ല്യു വാല്യൂ നിങ്ങൾ എപ്പോഴും പഠിച്ചു വെച്ചിരിക്കുക. 9 ക്വസ്റ്റ്യനിൽ തരില്ല ഗാമ എച്ച് വാല്യൂ, ഗാമ ഡബ്ല്യു വാല്യൂ. എപ്പോഴും ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 9.81 ആണ്. ആ വാല്യൂ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഹാഫ് ഇൻറ്റു ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ഇൻറ്റു എച്ച്. അപ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 176.58 kN കിട്ടും. സോ ദി ടോട്ടൽ പ്രഷർ വിൽ ബി P1 പ്ലസ് P2. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഇത് രണ്ടും ട്രയാങ്കുലർ ഷേപ്പാണ്. ഇവിടെ റെക്ടാങ്കുലർ ഷേപ്പ് ഒന്നുമില്ല, രണ്ടും ട്രയാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ നമുക്കറിയാം രണ്ട് ട്രയാങ്കിൾസിൻ്റെയും സെൻട്രോഡ് h/3 ഫ്രം ദി ബേസ് ആയിരിക്കും. സോ ദി ടോട്ടൽ പ്രഷർ വിൽ ബി ആക്ടിങ് അറ്റ് 2 മീറ്റർ ഫ്രം ദി ബേസ്. P1 ആക്ട് ചെയ്യുന്നതും h/3ലാണ്, P2 ആക്ട് ചെയ്യുന്നതും h/3ലാണ്. സോ ദി ടോട്ടൽ പ്രഷർ വിൽ ബി ആക്ടിങ് അറ്റ് 2 മീറ്റർ ഫ്രം ദി ബേസ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പ്രോബ്ലം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. A masonry retaining wall is 4 meter high with a vertical backfill. The backfill is horizontal with the top of the wall. The water table is 1 meter below the top of the wall. Calculate the total pressure on the wall per meter length. Take density of the soil as density of moist soil as 15 kN per meter cube and saturated soil as 18 kN per meter cube. Angle of internal friction is 30 degree. Also calculate the location of line of action of total pressure. ഇത് നമ്മുടെ തിയറി പോർഷനിലുള്ള ആ മൂന്നാമത്തെ ഏരിയയാണ്. അതായത് ടു ഫൈൻഡ് ദി പ്രഷർ ഓഫ് പാർഷ്യലി സബ്മേർജ്ഡ് സോയിൽ. നമ്മൾ ആദ്യം മോയിസ്റ്റ് സോയിലിൻ്റെതും ഡ്രൈ സോയിലിൻ്റെതും പഠിച്ചു. രണ്ടാമത് ഫുള്ളി സബ്മേർജ്ഡ് സോയിലിൻ്റെത് പഠിച്ചു. മൂന്നാമത്തെ കേസാണ് പാർഷ്യലി സബ്മേർജ്ഡ് സോയിലിൻ്റെ കേസ്. ഈ ഒരു ഡയഗ്രാം കാണുന്നത് പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. നമുക്കറിയാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വാട്ടർ ടേബിൾ ഈസ് 1 മീറ്റർ ബിലോ ദി ടോപ്പ്. 1 മീറ്റർ താഴെയാണ് നമ്മുടെ വാട്ടർ ടേബിളിൻ്റെ ഹൈറ്റ്. മൊത്തം 4 മീറ്റർ. സോ ദിസ് ഈസ് 1 മീറ്റർ ആൻഡ് ദിസ് ഈസ് 3 മീറ്റർ. നമുക്കറിയാം 1 മീറ്റർ ഹൈറ്റിലുള്ളത് മോയിസ്റ്റ് സോയിലാണ്. സോ ABC എന്ന് പറയുന്ന പോർഷൻ, സ്മോൾ ABC എന്ന് പറയുന്ന പോർഷൻ, ഇറ്റ് ഈസ് എ ട്രയാങ്കുലർ ഷേപ്പ് ആൻഡ് ദാറ്റ് പ്രഷർ വാല്യൂ ഈസ് പ്രഷർ ഡ്യൂ ടു മോയിസ്റ്റ് സോയിൽ. അതാണ് ഒന്നാമത്തെ പാർട്ട്. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ BCDE. BCDE എന്ന് പറയുന്ന പോർഷൻ ഒരു റെക്ടാങ്കുലർ പോർഷനാണ്. അവിടെയും മോയിസ്റ്റ് സോയിൽ, സാച്ചുറേറ്റഡ് സോയിലിൻ്റെ പ്രഷർ കൊണ്ടായിരിക്കും അവിടെയും പ്രഷർ ഉണ്ടാകുന്നത്. സോ അതും നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. പിന്നെ 2 ട്രയാങ്കുലർ പോർഷൻസ് ഉണ്ട്. ഇത് ഒന്ന് സാച്ചുറേറ്റഡ് സോയിലിൻ്റെ പ്രഷർ കൊണ്ടും ഒന്ന് വാട്ടറിൻ്റെ പ്രഷർ കൊണ്ടുമാണ്. ഓക്കെ, ഈ 2 ട്രയാങ്കുലർ പോർഷൻസ്. അപ്പം മൊത്തം 4 പ്രഷർ വാല്യൂസ് ഉണ്ട്. P1, P2, P3 ആൻഡ് P4. ടോട്ടൽ പ്രഷർ വിൽ ബി ദി സം ഓഫ് P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് P4. ഈ 4 വാല്യൂസിൻ്റെയും സം ആയിരിക്കും. ഇത് കാണുന്ന നമുക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, വളരെ സിമ്പിളാണ്, മനസ്സിലാക്കി ചെയ്താൽ മതി. ഓക്കെ, പ്രഷർ വിൽ ബി ഡ്യൂ ടു ദി സം ഓഫ് ഓൾ ദീസ് 4 പ്രഷർ. 4 പ്രഷേഴ്സിൻ്റെയും സം ആയിരിക്കും. ഇനി P1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് ദി മോയിസ്റ്റ് റീജിയൻ. മോയിസ്റ്റ് റീജിയനിലുള്ള പ്രഷർ ഇൻറ്റൻസിറ്റി നമുക്കറിയാം ട്രയാങ്കുലർ പോർഷൻ ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു KA ഗാമ H1 ഇൻറ്റു H1 ഹൈറ്റ് ആണ്, കാരണം അവിടെ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് H1 ആണ്, ഇൻറ്റു 1. ഗാമ വാല്യൂ എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 15 kN per meter cube ആണ് മോയിസ്റ്റ് സോയിലിൻ്റെ ഗാമ വാല്യൂ. KA വാല്യൂ നമുക്കറിയാം 1 - sin 30/1 + sin 30. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് P1 വാല്യൂ 2.5 kN എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ റീജിയൻ നോക്കാം. രണ്ടാമത്തെ റീജിയനിൽ BC ആണ്, ഈ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് BC ആണ്, ഹൈറ്റ് BE ആണ്. ദാറ്റ് ഈസ് 3 മീറ്റർ ഹൈറ്റും BC പോർഷനാണ് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. BC പോർഷൻ്റെ വിഡ്ത്ത് നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ് BC പോർഷൻ്റെ വിഡ്ത്ത്?
K into gamma H1 ആണ് width. So P2 is K into gamma H1 width into length H2. So Ka gamma H1 into H2 ആണ് ഈ ഒരു റെക്റ്റാങ്കുലർ പോർഷൻ്റെ വിഡ്ത്തും ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത്. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. K ഇൻറ്റു ഗാമ H1 നമുക്ക് അറിയാം. ഇനി H2 എന്ന് പറയുന്നത് എന്താണ്? 3 മീറ്റർ ഹൈറ്റാണ് H2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് P2 വാല്യൂ 7.5 kN കിട്ടും. ഇനി മൂന്നാമത്തെ റീജിയൻ P3 റീജിയനാണ്. P3 റീജിയൻ നമുക്കറിയാം ഡി എന്ന് പറയുന്നതാണ് അവിടുത്തെ ബേസ്. ഡി എന്ന് പറയുന്ന ബേസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Ka ഇൻറ്റു ഗാമ സാച്ചുറേറ്റഡ് ആണ്. അവിടെ ഫുള്ളി വാട്ടർ റൈസ് ചെയ്ത് വാട്ടർ ടേബിളിൻ്റെ ആ ലെവൽ വരെ വന്നിട്ടുണ്ട്. അപ്പം ഗാമ സാച്ചുറേറ്റഡ് ആണ് അവിടുത്തെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. K വാല്യൂ സെയിം തന്നെയാണ്. ഇനി ഹൈറ്റ് നമുക്കറിയാം H2 ആണ്. സോ അവിടുത്തെ പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ Ka ഇൻറ്റു ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു H2 ആണ്. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു Ka ഇൻറ്റു ഗാമ സാച്ചുറേറ്റഡ് 18 ആണ്. H2 3 മീറ്റേഴ്സ് ഇൻറ്റു H2 ദാറ്റ് ഈസ് 3 മീറ്റേഴ്സ്. ഇത് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എടുത്തേക്കുന്നത്. സോ നമുക്ക് P3 വാല്യൂ 27 kN കിട്ടും. ഇനി P4 എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളാണ്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദി വെയ്റ്റ് ഓഫ് വാട്ടറിൻ്റെ വെയ്റ്റ് കൊണ്ടാണ് P4 വരുന്നത്. സോ ഹാഫ് ഇൻറ്റു ഗാമ W ഇൻറ്റു H2 വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്കറിയാം 9.81 ഇൻറ്റു H2 3 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് P4 വാല്യൂ 44.15 kN കിട്ടും. സോ വാട്ട് ഈസ് ദ ടോട്ടൽ പ്രഷർ ഇൻറ്റൻസിറ്റി? 2.5 പ്ലസ് 7.5 പ്ലസ് 27 പ്ലസ് 44 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻറ്റൻസിറ്റി വാല്യൂ കിട്ടും. പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് ഓൾസോ കാൽക്കുലേറ്റ് ദി ലൊക്കേഷൻ ഓഫ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ടോട്ടൽ പ്രഷർ. ടോട്ടൽ പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി കിട്ടി, അത് ആക്ട് ചെയ്യുന്ന ലൈൻ ഓഫ് ആക്ഷൻ ഇതൊരു ഫുള്ളി ഒരു ട്രയാങ്കിൾ ആയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു 1/3 ഫ്രം ദി ബേസ് ആണെന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇതൊരു ഫുള്ളൊരു ട്രയാങ്കിൾ അല്ല. ഇവിടെ ഒരു ട്രയാങ്കുലർ റീജിയനാണ്, ഇതൊരു റെക്റ്റാങ്കുലർ റീജിയനാണ്, ഇവിടെ 2 ട്രയാങ്കിൾസ് ഉണ്ട്. സോ ഇതൊരു ഇറഗുലർ ഷേപ്പാണ്. അപ്പം ഈ ഒരു ഷേപ്പിൽ നമുക്ക് സെൻട്രോയിഡ് എവിടെയാണെന്ന് അറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പ്. ആദ്യം നമുക്ക് നോക്കാം P1 എന്ന് പറയുന്നത് അത് ഒരു ട്രയാങ്കിളാണ്. സോ ട്രയാങ്കിളിൻ്റെ ബേസിൽ നിന്നും h/3 അതിൻ്റെ സെൻട്രോയിഡ്. സോ P1 ആക്ട് ചെയ്യുന്ന എവിടെ ആയിരിക്കും? ഇതാണ് P1. സോ P1ൻ്റെ 1/3 ഹൈറ്റ് 1/3. ഓക്കെ, 1/3 പ്ലസ് 3 എന്താണ്? നമ്മൾ ഇപ്പം എല്ലാം കൺസിഡർ ചെയ്യുന്നത് ഈ ബോട്ടത്തിൽ നിന്നാണ്. സോ E എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് നമ്മളെല്ലാം കൺസിഡർ ചെയ്യുന്നതെന്ന് വയ്ക്കുക. അപ്പം E ടു B എന്ന് പറഞ്ഞാൽ BE ലെങ്ത് 3 മീറ്റർ ആണ്. അത് കൂടാതെ 1 മീറ്ററിൻ്റെ 1/3. സോ 3 പ്ലസ് 1/3 ഓഫ് 3 ആണ്, 1/3 ഓഫ് 1 ആണ്. ദാറ്റ് ഈസ് 1/3 പ്ലസ് 3. നമ്മളെല്ലാം ബേസിൽ നിന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട്. 1/3 പ്ലസ് 3 ആണ്. സോ 3.33. ഇനി P2 എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് എ റെക്റ്റാങ്കുലർ റീജിയൻ. ഇതാണ് നമ്മുടെ റെക്റ്റാങ്കുലർ റീജിയൻ. റെക്റ്റാങ്കുലർ റീജിയൻ്റെ ഹാഫ് 3 മീറ്ററിൻ്റെ ഹാഫ് ദാറ്റ് ഈസ് 1.5 ആണ്. അടുത്തത് P3 ആക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൾസോ എ ട്രയാങ്കിളിൻ്റെ 1/3 ഫ്രം ബേസ് ആയിരിക്കും. സോ H2/3 3 മീറ്ററിൻ്റെ 3 1 മീറ്റർ. P3 ആക്ട് ചെയ്യുന്ന 1 മീറ്ററാണ്. സെയിം P4ഉം അതേ ട്രയാങ്കിൾ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ആക്ടിങ് ഇൻ 1 മീറ്റർ. അപ്പം P1 ആക്ട് ചെയ്യുന്നത് 3.33 മീറ്റേഴ്സ്, P2 ആക്ട് ചെയ്യുന്നത് 1.5 മീറ്റേഴ്സ്, P3 ആക്ട് ചെയ്യുന്നത് 1 മീറ്റർ, P4 ആക്ട് ചെയ്യുന്നത് 1 മീറ്റർ. പക്ഷേ ഇതിൻ്റെ എല്ലാം കോമൺ പോയിൻ്റ് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ടോട്ടൽ പ്രഷർ ആക്ട്സ് അറ്റ് H' മീറ്റർ. സിഗ്മ P ആക്ട് ചെയ്യുന്നത് H' മീറ്ററിലാണെങ്കിൽ ദിസ് മൊമെൻറ്റ്, അതായത് ഇതിൻ്റെ മൊമെൻറ്റും സമ്മേഷൻ ഓഫ് ഓൾ ദി മൊമെൻറ്റ്സ്
പ്രഷർ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് മൊമെൻ്റ് ആണ്. ഇത് ഓരോ വാല്യൂസിൻ്റെ ഓരോ പ്രഷർ വാല്യൂസിൻ്റെയും മൊമെൻറ്റ്സ് ആണ്. പ്രഷർ ഇൻറ്റു ഹൈറ്റ്, പ്രഷർ ഇൻറ്റു ഹൈറ്റ്, പ്രഷർ, അങ്ങനെ സമ്മേഷൻ ഓഫ് ഓൾ ദി മൊമെൻറ്റ്സ് വിൽ ബി ഈക്വൽ ടു സിംഗിൾ മൊമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സിഗ്മ പി ഇൻറ്റു എച്ച് ഡാഷ് വിൽ ബി ഈക്വൽ ടു P1H1 പ്ലസ് P2H2 പ്ലസ് P3H3 പ്ലസ് P4H4. സിഗ്മ പി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കിട്ടിയ ടോട്ടൽ വാല്യൂ 81.15. സോ 81.15 ഇൻറ്റു എച്ച് ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, ഈസ് ഈക്വൽ ടു P1H1. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നോക്കാം. 2.5 ഇൻറ്റു അവിടെ ആക്ട് ചെയ്യുന്ന ഹൈറ്റ് 3.33 പ്ലസ് P2ൻ്റെ വാല്യൂ 7.5 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഹൈറ്റ് 1.5, P3 ആക്ട് ചെയ്യുന്നത് P3 വാല്യൂ 27 ആക്ട് ചെയ്യുന്നത് 1 മീറ്റർ, P4 വാല്യൂ 44.15 ആക്ട് ചെയ്യുന്നത് 1 മീറ്റേഴ്സ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ പി സിഗ്മ പി 81.15. ഈ ഇക്വേഷൻ, അതായത് നമ്മളിവിടെ മൊമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്യണം. മൊമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റ് കിട്ടും. സോ അവർ ടോട്ടൽ പ്രഷർ ആക്ട്സ് അറ്റ് 2.04 meters ഫ്രം ദി ബേസ് ഓഫ് ദി റീറ്റെയിനിങ് വാൾ. ക്ലിയർ ആയല്ലോ? ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് 2.04 meters ഫ്രം ദി ബേസിലാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ഡിസൈനും രണ്ട് പ്രഷർ അനാലിസിസും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യിക്കാം.